നമസ്കാരം. നമ്മുടെ ലൈഫിലെ വലിയ വലിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ചെറിയ ചെറിയ ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒരു 12 ശീലങ്ങൾ നമുക്കറിയുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു 4 എണ്ണം നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി. നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പലരുടെയും വിചാരം ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് ഒക്കെ വരണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണമെന്ന്. അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രം മതി. അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ഓരോ കാര്യവും ചെയ്യാൻ 2 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് മതിയാവും. ഒന്നാമത്തേത് പുഞ്ചിരിക്കുക. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ദിവസം നമ്മൾ മക്കളുടെ അടുത്തോ ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ എത്ര തവണ പുഞ്ചിരിക്കാറുണ്ട്? അതങ്ങനെ ചെയ്യാറുണ്ടോ? എപ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് പ്രശ്നങ്ങളും അതുപോലെ ജോലി തിരക്കും കാരണം ആകെ ഒരു വെപ്രാളപ്പെട്ടുള്ള ജീവിതമാണ് നമ്മുടേത്. ഒന്ന് ആലോചിച്ച് നോക്കേട്ടാ. അങ്ങനെ അല്ലെങ്കിൽ അതായത് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാനോ പുഞ്ചിരിക്കാനോ നമുക്ക് സമയമില്ലെങ്കിൽ ഒന്നത് ചെയ്ത് ശീലിക്കുക. ഒന്നുമില്ലെങ്കിൽ ഒന്ന് കണ്ണാടി നോക്കിയിട്ടെങ്കിലും നമ്മൾ പുഞ്ചിരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് ടെൻഷനും കാര്യങ്ങളെല്ലാം നമുക്കുണ്ടാവും. പക്ഷേ അങ്ങനെ ടെൻഷൻ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു നോക്ക്. എനിക്ക് അനുഭവം ഉള്ളതാണ്. എല്ലാം ശരിയാവുമെന്ന് മനസ്സ് നമ്മളെ അടുത്ത് പറയുന്നത് പോലെ തോന്നും അങ്ങനെ ചിരിക്കുമ്പോഴേ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒന്ന് പുഞ്ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മക്കൾക്കും കിട്ടും. 2, അടുക്കും ചിട്ടയും നമ്മൾ കൊണ്ടുവരിക. എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടയോടുകൂടി ചെയ്ത് നോക്ക്. ഇതിപ്പം നമ്മൾ ഒരു സാധനം എടുത്ത സ്ഥലത്ത് വയ്ക്കുക, ദിവസവും നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യവും, അതായത് ചിലരുണ്ടാവും പാത്രം കഴുകുമ്പോഴൊക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞ് കരിമ്പനൊക്കെ കുത്തിയിട്ട് അങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇടാതെ, പുതിയതൊന്നും ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നല്ല വൃത്തിയും വെടിപ്പോടുകൂടി നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ജോലികൾ ചെയ്ത് ശീലിക്കുക. നമ്മുടെ മക്കളെയും അങ്ങനെ ശീലിപ്പിക്കുക. അതായത് ഒരു ഗ്ലാസ് എടുത്താൽ അത് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ, കഴുകി വെക്കാൻ അവരെ ശീലിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ലൈഫ് ഒന്ന് അടുക്കും ചിട്ടയും ഉണ്ടാക്കിയാൽ തന്നെ നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫ് നമുക്ക് കിട്ടും കേട്ടോ. മൂന്നാമത്തേത് നമ്മളെ സ്വയം ഒന്ന് വിലയിരുത്തുക. ചിലരുണ്ടാവും ഞാൻ മാത്രമാണ് ശരി എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊന്ന് പാടെ മാറ്റിയെടുക്കുക. അതായത് നല്ലതും ചീത്തയും എല്ലാവരിലും ഉണ്ട്. അപ്പം നമ്മളിലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ നമ്മുടെ പോരായ്മ എന്താണെന്നും കൂടെ നമ്മൾ അറിയുക. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാത്തവരുണ്ടാകും. അപ്പം അങ്ങനെയുള്ള പോരായ്മകൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് മോട്ടിവേഷൻ ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കേൾക്കാം. നമ്മളെ തന്നെ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തേത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നോ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ മറക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളത് മനസ്സിൽ നിന്നൊന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അത് തന്നെ ആലോചിച്ചിട്ട് ഇന്നത്തെ സമയം വെറുതെ എന്തിനാണ് കളയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ വിഷമിപ്പിച്ച ഒരാളോ അല്ലെങ്കിൽ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ആ ആളോട് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുക. പിന്നെ വേറൊന്നുണ്ട്, കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിച്ചെടുക്കാനുണ്ടെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമല്ലോ. അങ്ങനെ പഠിച്ചെടുക്കാനുള്ളൊരു പാഠപുസ്തകമായിട്ട് മാത്രം നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമ്മൾ ഓർത്തെടുക്കുക. അതായത് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു പാഠപുസ്തകമായിട്ട് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അല്ലാതെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആലോചിച്ചിട്ട് എന്തിനാ ഇന്നത്തെ സമയം കളയുന്നത്. അത് മറക്കാൻ പറ്റുന്നതാണെങ്കിൽ മറന്നിട്ട് ഇന്നത്തെ ലൈഫ് നമ്മൾ മാക്സിമം നമ്മുടെ സമയം കളയാത്ത രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഇനി അഞ്ചാമത്തേത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസവും സമയം കണ്ടെത്തുക. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷം, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഇപ്പം ഗാർഡനിങ് ആണെങ്കിലും പിന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം കേക്കൊക്കെ ഉണ്ടാക്കുന്നത് എന്താണോ നമുക്കിഷ്ടം, ഇനിയിപ്പോൾ റീഡിംഗ് ആണ് ഇഷ്ടമെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അപ്പം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസവും സമയം കണ്ടെത്തുക. ആറാമത്തേത് ഏണിങ്സ് ആൻഡ് സേവിങ്. അതായത് എന്തെങ്കിലും ഒരു ജോലി, നമ്മൾ വീട്ടമ്മയാണ് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ, അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യാനാ, എന്ത് ജോലി കിട്ടാനാ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മളെക്കൊണ്ട് പറ്റുന്ന എന്ത് ജോലി, മാന്യമായിട്ടുള്ള എന്ത് ജോലിയും നമുക്ക് ചെയ്യാമല്ലോ. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് 2 ഉടുപ്പ് തയ്ച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ഒരു വരുമാനമല്ലേ. അപ്പം അങ്ങനെ നമുക്കൊണ്ട് പറ്റുന്നത് പോലെ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നമ്മൾ പഠിക്കുക. അതോ അല്ലെങ്കിൽ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവിടെയും
ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ മാന്യമായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലിയും നമ്മൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. അങ്ങനെ കിട്ടുന്ന ഒരു പണം, അതായത് വലിയ വലിയ കാര്യങ്ങൾ കെട്ടിപ്പിടുക്കാനൊന്നുമല്ല നമ്മുടെ ആ ഒരു പൈസ. അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള പൈസയെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ അത് കരുതി വെക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കുക. അതായത് 10 രൂപയാണെങ്കിൽ പോലും അത് സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നമ്മളിൽ പലരും 100 രൂപ കിട്ടിയാൽ 200 രൂപ ചിലവാക്കുന്ന ആളുകളുണ്ടാവില്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്നതിന് പകരം എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴും, ഇപ്പം നമ്മൾ ഒരുപാട് ഓൺലൈൻ പ്രൊഡക്ട്സ് കാണാറുണ്ട്. അപ്പുറത്തെ വീട്ടിലെയും ഇപ്പുറത്തെ വീട്ടിലെയും ആൻറ്റിമാരുടെയും ചേച്ചിമാരുടെയും ഡ്രസ്സ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ വേണ്ടതായിരിക്കും, ചിലപ്പോൾ നമ്മളെ അടുത്ത് കയ്യിലത് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ വേറൊരു കളർ വേണമെന്ന് തോന്നും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ 2 വട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കത് ആവശ്യമാണോ അല്ലെങ്കിൽ അനാവശ്യമാണോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് വേണ്ട എന്ന് തന്നെ നമുക്ക് തോന്നും. അതും അങ്ങനെ നോക്കിയും കണ്ട് നമ്മൾ ലൈഫ് ഒന്ന് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പൈസ ഒന്ന് സേവ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് സാമ്പത്തിക പദ്ധതിയുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയുള്ള ഫാമിലിയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചിലവാക്കിയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം. പക്ഷേ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ഇതുപോലെ ചെയ്യുന്നതിന് പകരം ഒന്ന് കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി 7-മത്തേത്, നമുക്ക് കിട്ടിയതിൽ അല്ലെങ്കിൽ ഉള്ളതിൽ നമ്മൾ സന്തുഷ്ടരാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് പലപ്പോഴും ചിലരെ കാണാറുണ്ട്, എപ്പോഴും ഒരു അവലാതി പറയുക, എനിക്കതില്ല, ഇതില്ല, ഞാൻ മാത്രം ഇങ്ങനെയായിപ്പോയി, ഞാനെന്താ അങ്ങനെ ചിന്തിക്കാതെ നമുക്കിപ്പം എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കുക. അതായത് നമുക്കിപ്പം ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ പോലും അത് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമല്ലേ? അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ അതെല്ലാം നമുക്ക് കിട്ടിയ നേട്ടങ്ങളാണ്. അല്ലാതെ നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചിട്ട് സങ്കടപ്പെടുന്നതിന് പകരം നമ്മൾ ഉള്ളതിൽ സന്തുഷ്ടരായിരിക്കുക. ഇനി ഒന്നുമില്ലെങ്കിലും മനസമാധാനത്തോടെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നൊരു ജീവിതമാണുള്ളതെങ്കിൽ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക്. 8-മത്തേത്, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കുക. അത് സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കണം എന്നില്ല, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതായിരിക്കാം. അപ്പോൾ നമ്മൾ ഇല്ലാത്ത സാധനങ്ങൾ അവർക്ക് കൊടുക്കാനും പറ്റില്ല. അല്ലാതെ നമുക്ക് മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് സന്തോഷം തരുന്ന രീതിയിൽ അവരുടെ അടുത്തൊന്ന് പെരുമാറുക, നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ചിരിച്ച് സംസാരിക്കുക, അങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കുമ്പോൾ അത് നമുക്കും ഒരു സന്തോഷം തരുന്നതായിരിക്കും. 9-മത്തേത്, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എന്നും പഠിച്ചെടുക്കുക. അതായത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനമല്ല. അപ്പോൾ ചിലർ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും, ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കാനാ, കുട്ടികളായി, ഇനിയിപ്പോൾ ഞാൻ പരീക്ഷ എഴുതാനോ? അങ്ങനെ പരീക്ഷ എഴുതാനോ ഉള്ള പഠിപ്പല്ല പറയുന്നത്. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് പഠിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുക്കിംഗ് റെസിപ്പീസ്, അത് നമ്മൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ അത് പുതിയൊരു അറിവല്ലേ? പിന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ടെക്നോളജി, ഇപ്പം നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ. അത് എന്നും തുറന്നുകൊണ്ടേയിരിക്കുക. നമുക്ക് ഓരോ നിമിഷം കിട്ടുന്ന അറിവുകളും നമ്മുടെ ജീവിതത്തിൽ തിളക്കം കൂട്ടുകയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഇനി 10-മത്തേത്, കേൾക്കാനുള്ള കഴിവിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതായത് നല്ലൊരു കേൾവിക്കാരിയാവാൻ ശ്രമിക്കുക. നമ്മുടെ ഈ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മൾ വീട്ടിലുള്ള ആളുകൾ പറയുന്നത് കേൾക്കാൻ പോലും ഒരു മനസ്സുണ്ടെങ്കിൽ പോലും സമയമില്ലാത്ത അവസ്ഥയായിരിക്കും അല്ലേ? അപ്പം നമ്മളൊന്ന് ശ്രമിച്ചു നോക്ക്. കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കുക. നമ്മുടെ സംസാരം ഒന്ന് കുറയ്ക്കുക. അപ്പോൾ സംസാരം കുറയ്ക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നമുക്ക് പറ്റും. അപ്പം കഴിയുമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടോ. ഇനി 11-മത്തേത്, ദിവസവും 1 മണിക്കൂറെങ്കിലും നമ്മൾ ഈ മൊബൈൽ ഫോണും മറ്റും കാര്യങ്ങളും മറ്റുള്ള ഡിവൈസുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫാമിലിയോടൊപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുക. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ മക്കൾ പറയുന്നത് കേൾക്കുക, ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കുക എന്ന് വെച്ചിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാനല്ല, എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്തോഷം തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളും ഒന്ന് ഹാപ്പി ആയിരിക്കും. ഇനി 12-മത്തേത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. പണ്ട് എൻ്റെ അച്ഛൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്,
ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും. അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 3 കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ഭക്ഷണം, അതായത് നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കും, ഭർത്താവിന് നല്ല ഭക്ഷണം കൊടുക്കും, നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കുക. അത് ഫ്രൂട്ട്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യം ഉണ്ടാവണ്ടേ, അത് ഭക്ഷണം മാത്രം പോലെ എക്സസൈസും വേണം. നമ്മൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതായിരിക്കും, എന്നാലും വർക്കൗട്ടിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പം മുറ്റടിക്കുന്നത് കൊണ്ട് മാത്രം ആയില്ല, അല്ലെങ്കിൽ തുടക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ മോപ്പ് വെച്ചിട്ടാണ് തുടക്കുന്നത്, അതുകൊണ്ടൊന്നും മാത്രം ആയില്ല. അപ്പം നമ്മൾ ഡെയിലി എക്സസൈസ്, ഒന്ന് യോഗയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സസൈസോ ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ വീടിന് ചുറ്റും ഒന്ന് രാവിലെ 10 മിനിറ്റ് നടന്നാലെങ്കിലും മതി. ഏതെങ്കിലും രീതിയിൽ നമ്മൾ എക്സ്ട്രാ ഒരു 10 മിനിറ്റ് എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ സുഖമായിട്ട് ഒരു 6-7 മണിക്കൂർ ഉറങ്ങുക. രാവിലെ എഴുന്നേൽക്കാനുള്ള ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ രാത്രി നേരത്തെ കിടക്കണം. അപ്പോൾ നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. ഇനിയിപ്പം ഞാൻ ഈ 12 കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു 12 കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് ചെയ്തെടുക്കാൻ ഒരിക്കലും പറ്റില്ല, എനിക്കും പറ്റിയിട്ടില്ല. അപ്പം ഇതിൽ നമുക്ക് പറ്റാവുന്ന എത്രയൊക്കെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്തെടുക്കുക. ഓരോന്നോരോന്നായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ മതി. പിന്നെ ഇതൊക്കെ പറയാൻ മാത്രം ഞാൻ ആരുമല്ല, ഒരു വലിയൊരു ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല, നിങ്ങളിൽ ഒരാൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എൻ്റെ അടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് പറയാനുണ്ടാവില്ലേ. അതേപോലെ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുവാണെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ താങ്ക് യു.